വിശദമായി നോക്കാം. എടൂർ ഏനാത്ത് അച്ഛനെയും മകനെയും ഒരേ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 7 വയസ്സുകാരനെ പിതാവ് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തെന്നാണ് സംശയം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേർന്നുണ്ട്. ശശിനാരായണൻ, ഈ അച്ഛനെയും മകനെയും ഒരേ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത്? വിവരങ്ങൾ. അത് ഇന്ന് രാവിലെയാണ് ഏനാത്ത് തട്ടാരുപടിയിലെ ഈ അച്ഛനെയും മകനെയും ഒരു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. തട്ടാരുപടി സ്വദേശിയായ മാർത്തി അലക്സ്, മകൻ മെൽവിൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവര് അലക്സും അതുപോലെ ഈ മരണപ്പെട്ട മെൽവിനും ഒരു കുട്ടിയുടെ 3 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇതിൽ മെൽവിനും അലക്സുമാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. മെൽവിനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നതാണ് പോലീസ് വിവരം. ഒരു കുട്ടിയാണ് നേരം വെളുത്തതിന് ശേഷം ഒരു കുട്ടിയാണ് ഇക്കാര്യം സമീപവാസികളോട് പറയുകയും അച്ഛനും മകനും മരിച്ചു കിടക്കുന്ന വിവരം തൊട്ടടുത്ത അയൽവാസികളോട് പറയുകയും പിന്നീട് ആളുകളൊക്കെ എത്തുകയും ചെയ്തു. എന്തായാലും ഈ മകനെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ അലക്സിന്റെ ഭാര്യ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഏത് കാരണത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും അലക്സ് മദ്യപിക്കുന്ന ആളാണ്. അത്തരത്തിൽ വല്ല കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. മരിച്ച കുട്ടിയും സുഖമില്ലാത്ത ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മനോവിഷമാണോ ചിലപ്പോൾ ആത്മഹത്യക്ക് പിന്നിലെന്നും. ശശിനാരായണൻ, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ അച്ഛനും മകനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ? ഭവ്യ, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ മൂത്ത 2 കുട്ടികളും പിതാവും കൂടാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ മൂത്ത കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് പിതാവ് ആത്മഹത്യ ചെയ്തത്. നേരം വെളുത്തതിന് ശേഷമാണ് ഈ ഇളയ കുട്ടി ആൽവിൻ ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് ഈ കുട്ടിയാണ് അയൽവാസികളുടെ വിവരം പറയുകയും തുടർന്ന് നാട്ടുകാർ സ്ഥലത്തെ പോലീസ് അറിയിക്കുകയും ചെയ്ത് അത്തരത്തിലാണ് ഈ പിന്നീട് പോലീസ് അന്വേഷണമൊക്കെ ആരംഭിക്കുന്നത്. എന്തായാലും ഈ മൂത്ത കുട്ടി സുഖമില്ലാത്ത കുട്ടിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇനി അങ്ങനത്തിലുള്ള മാനസിക വിഷമമാണോ പിതാവ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്തതെന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ 2 പേരും പിതാവും മകനെയും ആത്മഹത്യ ചെയ്ത നിലയിലാണ് വീട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. നന്ദി. ശശിനാരായണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മൂന്നാറിൽ റവന്യൂ ഭൂമി കയ്യേറി ആരംഭിച്ച അനധികൃത നിർമ്മാണം തടഞ്ഞ് പ്രദേശത്ത് പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചു. മൂന്നാർ ഇക്കാനഗറിൽ റിസോർട്ടിനുൾപ്പെടെ 3 കെട്ടിടങ്ങളാണ് അനധികൃതമായി നിർമ്മിച്ചിരുന്നത്. കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് റവന്യൂ ഭൂമിയും തോട് പുറമ്പോക്കും കയ്യേറി ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയത്. അനുമതിയില്ലാതെ അവധി ദിവസങ്ങളുടെ മറവിലാണ് നിർമ്മാണം നടത്തിയത്. മൂന്നാർ ഏരിയയിൽ റവന്യൂ എൻഒസി ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കെ യാതൊരുവിധ അനുമതിയുടെയും പിൻബലമില്ലാതെ പുറമ്പോക്ക് ഭൂമി കയ്യേറി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഇന്നേ ദിവസം ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഇത്തരത്തിൽ 3 കെട്ടിടങ്ങളാണ് ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രാങ്കിന്റെ പേരിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ യുവാക്കളെ നെയ്യാറ്റിൻകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആനാവൂർ സ്വദേശിയായ മിഥുൻ, പാലിയോട് സ്വദേശി കണ്ണൻ എന്നിവരാണ് പിടിയിലായത്. നെയ്യാറ്റിൻകര കോൺവെന്റ് റോഡിൽ വെച്ചാണ് ഇവർ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയത്. മുഖം മൂടി ധരിച്ചെത്തി സ്കൂൾ വിദ്യാർത്ഥിനികളെ സമ്മതമില്ലാതെ ശരീരത്തെ സ്പർശിക്കുകയായിരുന്നു. നാട്ടുകാരാണ് CCTV ദൃശ്യങ്ങൾ അടക്കം ചേർത്ത് പോലീസിൽ പരാതി നൽകിയത്. നെയ്യാറ്റിൻകര സ്കൂൾ പരിസരത്ത് നിന്ന് പുറമെ ഉണ്ടൻകോട്, ചെമ്പൂർ പ്രദേശത്തും ഇവരുടെ ആക്രമണം നടന്നിരുന്നു. കായംകുളം കൃഷ്ണപുരം മുക്കടയിൽ ഹോട്ടൽ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ കേസിലെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇടുക്കി ചിന്നക്കനാലിൽ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കൊള്ളപ്പലിശ സംഘത്തിൽപ്പെട്ട പ്രതികൾ ഉൾപ്പെടുന്ന സംഘത്തെയാണ് കനത്ത പോലീസ് സുരക്ഷയിൽ തെളിവെടുപ്പിനെത്തിച്ചത്. മുക്കടയിലെ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയ അതേ ദിവസം തന്നെ കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലും യുവാവിനെ കഴുത്തിൽ കത്തിവെച്ച് തട്ടിക്കൊണ്ടുപോയതിനും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. ഒറ്റപ്പാലം സ്വദേശികളായ മുഹമ്മദ് അൻസാർ, ജാഫർ, അസൈനാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് സ്വദേശി 29-കാരനായ കാർത്തിക് പാവാടയുടെയും പക്കലിൽ നിന്ന് 15,000 രൂപ ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയതാണ് കേസ്. ഇയാളെ ഭാരതപ്പുഴയുടെ സമീപത്തേക്ക് കൊണ്ടുപോവുകയും ഭീഷണിപ്പെടുത്തി കയ്യിലുണ്ടായിരുന്ന പൈസ കൈക്കലാക്കിയും എന്നാണ് പരാതി. ആഫ്രിക്കൻ ഒച്ച ശല്യം മൂലം ജീവിക്കാൻ ആകാത്ത അവസ്ഥയിലാണ് പാലക്കാട് ചാത്തന്നൂർ നിവാസികൾ. കാർഷിക വിളകൾ നശിപ്പിക്കുകയും ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായി നാട്ടുകാർ പരാതി പറയുന്നു. തിരുവിറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂരിലാണ് ജനങ്ങൾ ഒച്ചുകളെ കൊണ്ട് ദുരിതം നേരിടുന്നത്. 4 വർഷമായി ഒച്ചുശല്യം രൂക്ഷമായിട്ട് മാസങ്ങൾ കടന്നുപോയപ്പോൾ എണ്ണം പെരുകി.
എല്ലാ വർഷവും ഉപ്പിട്ട് ഒച്ചിനെ നശിപ്പിക്കുമെങ്കിലും മഴ പെയ്താൽ വീണ്ടും ഇരട്ടിയാകും. മതിലിലും മരങ്ങളിലുമായി ആയിരക്കണക്കിന് ഒച്ചുകളാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. കൃഷിക്കും ഭീഷണിയാണ്. കുടിവെള്ള സ്രോതസ്സുകളിലും ഒച്ചിന്റെ ശല്യമുണ്ട്. ഇപ്പോൾ ചാത്തന്നൂർ 1 വില്ലേജ് പരിസരത്ത് ഏതാണ്ട് പഞ്ചായത്തിൻ്റെ പകുതി പ്രദേശങ്ങളിൽ ഈ ഒച്ച് ശല്യം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കർഷകർക്ക് പച്ചക്കറി കൃഷി ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിൽ പച്ചക്കറി കൃഷി ഒക്കെ തന്നെ നശിപ്പിക്കുകയാണ്. സ്കൂളിൽ ജൈവ വൈവിധ്യ ഉദ്യാനം അതിനെ നശിപ്പിച്ചു, പച്ചക്കറി തോട്ടം നശിപ്പിച്ചു. ചുറ്റുപാടുകളുള്ള കർഷകരുടെ ഒരു പച്ചക്കറി പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ പരിഗണമായിരിക്കുകയാണ്. ഒച്ചശല്യത്തിന് പരിഹാരം കാണാൻ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേരാനും തീരുമാനമുണ്ട്. ഒച്ചിന്റെ വിസർജ്യം കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പട്ടാമ്പി. കേരളത്തിന് അനുവദിച്ച 2ാം വന്ദേ ഭാരത് ട്രെയിനുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ കാസർഗോഡെത്തി. ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ കയറുന്ന വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിലേതാണ്. കഴിഞ്ഞ മാസം ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി നിരക്കുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ രണ്ടും കേരളത്തിലേതാണ്. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന് 175.10, തിരുവനന്തപുരം കാസർഗോഡ് ട്രെയിനിന് 168.91 ആണ് ഒക്യുപ്പൻസി. ഈ സാഹചര്യത്തിലാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ ഗോപിനാഥ് മല്യ കാസർഗോഡ് എത്തിയത്. സൗകര്യങ്ങൾ, പോരായ്മകൾ തുടങ്ങിയവ യാത്രക്കാരിൽ നിന്ന് നേരിട്ടറിയുകയാണ് ലക്ഷ്യം. This is a train which is among the best patronized trains. It has an occupancy of about 180%. So I wanted to get a first-hand feedback of how the train is performing. So I could interview some of the passengers just to find out if there are any areas of improvement which we need to make in the trains of the future. So that was the purpose. Now I'll be doing a train check from the first coach to the last coach just to find out if all the amenity items are working all right. 9 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം കാത്തിരിക്കുകയാണെന്ന് ഗോപിനാഥ് മല്യ പറഞ്ഞു. സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിൻ ഉടനുണ്ടാകും. മൊബൈൽ ചാർജിംഗ് സോക്കറ്റ് ഇപ്പോൾ സീറ്റിനടിയിലാണ്. ഇത് സൗകര്യപ്രദമല്ലെന്നും സ്ഥാനം മാറ്റണമെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന വന്ദേ ഭാരത് കോച്ചുകളിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഗോപിനാഥ് മല്യ വിശദീകരിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജലസുരക്ഷാ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും നേതൃത്വത്തിലാണ് പരിശീലനം. ജലാശയ അപകടങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി നാടൊരുമിക്കുകയാണ്. മേലാറ്റൂർ പഞ്ചായത്തിലെ വേങ്ങൂർ പള്ളിപ്പടിയിൽ 80 കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. കിലുക്കം ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം. ജലസുരക്ഷാ ബോധവൽക്കരണവും ജലാശയ അപകടങ്ങളെ നേരിടാനുള്ള മാർഗങ്ങളും വെള്ളത്തിൽ വീണ ആളുകളെ രക്ഷപ്പെടുത്തേണ്ട വിധവും കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും നേതൃത്വത്തിലാണ് പരിശീലനം. ന്യൂസ് 18 പെരിന്തൽമണ്ണ. മഴ പെയ്തതോടെ ഇടുക്കിയിൽ മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായി. രാത്രിയാകുന്നതോടുകൂടി ഗതാഗത തടസ്സവും ഇവിടെ പതിവാണ്. മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുകയാണ്. എന്നാൽ മഴ എത്തിയതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതപൂർണമായി. ചെളി നിറഞ്ഞ വഴികളിലൂടെ സാഹസിക യാത്രയാണ് ഡ്രൈവർമാർ നടത്തുന്നത്. ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞൊക്കെയാണ് വണ്ടി അവിടെ നിന്ന് വന്നത്. വേറെ ചെറുവണ്ടികൾ വേറെ വഴിക്കൂടെ ഒന്ന് കയറ്റി വിടാനുള്ള എന്നതിൽ ഒരു റെഡിയാക്കണം. അല്ലെങ്കിൽ ഇത് ഉള്ള വണ്ടി എല്ലാവരും വന്ന് ചില വണ്ടികൾ അവിടെ വന്ന് വണ്ടി താന്നു പോവുക. അതുപോലെ ചെള്ളകളോ അല്ലെ വേറെ മക്കളോ എന്തെങ്കിലും ഒക്കെ ഇട്ട് ഇതെങ്ങനെയും ഒരു പ്രതിസന്ധി ഇത് മാറണമെന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും വലിയ ഗതാഗത കുരുക്കാണിവിടെ. സമാന്തര റോഡുകളും യാത്രായോഗ്യമല്ല. ഓട്ടോ ഡ്രൈവർമാരുടെ അവസ്ഥയാണ് ഏറെ പരിതാപകരം. ഓട്ടം പോയാൽ കിട്ടുന്ന തുക അറ്റകുറ്റപ്പണിക്ക് പോലും തികയില്ല. ചില സമയങ്ങളിൽ താന്നുപോയിട്ട് കെട്ടിവലിച്ച് കയറ്റുന്ന ഒരു ഗതികേട്ടിലോട്ടാവുന്നിരിക്കുന്നത്. അതുപോലെയാണ് ഇപ്പം ഹൈവേ പണി നടക്കുന്നത്. ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഉണ്ടാകുന്നത്. എങ്കിൽപ്പോലും അത് കുറേ കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പകൽ സമയത്ത് ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ആളുകളെ നിർത്തിയിട്ടുണ്ടെങ്കിലും രാത്രികാലങ്ങളിൽ ഇവരുടെ സേവനം ലഭ്യമല്ല. റോഡിൽ മുഴുവൻ ചെളി നിറഞ്ഞതോടെ കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. പകൽ സമയങ്ങളിൽ റോഡിലെ വണ്ടികൾ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട്. രാത്രി വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റോഡ് മുഴുവൻ കുണ്ടും കുഴിയായിട്ട് ചെളി നിറഞ്ഞിട്ട് ഇപ്പോൾ ഇരുചക്രവാഹനങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപകട ഭീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം റോഡുകളെ വഴി നമ്മളെ കയറ്റിവിട്ടാലും ആ റോഡുകൾ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നെങ്കിൽ ട്രാഫിക് ജാം അല്ലെങ്കിൽ കുറേ സമയങ്ങളിൽ അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥയായി. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളാണ് പലപ്പോഴും ഗതാഗത കുരുക്കിൽ പെട്ടുപോകുന്നത്. ന്യൂസ് 18 ഇടുക്കി.
അപകടകരവും സാഹസിക നിറഞ്ഞതുമായ പാമ്പുപിടുത്തം സേവനമാക്കിയ മുഹമ്മദ് റിഷാദ് എന്ന ഓട്ടോ ഇലക്ട്രീഷ്യനെ പരിചയപ്പെടാം ഇനി. മലപ്പുറം കാളികാവ് ചെങ്കോട് സ്വദേശിയായ വടക്കേക്കര മുഹമ്മദ് റിഷാദ് ഇപ്പോഴും വിളിപ്പുറത്തുണ്ട്. റഷാദ് കൗതുകത്തിന് തുടങ്ങിയതാണ് പാമ്പുപിടുത്തം. താൽപര്യമുണ്ടെങ്കിലും പിന്നീട് അപകടസാധ്യത മനസ്സിലാക്കിയതോടെ വനംവകുപ്പിന് കീഴിൽ വിദഗ്ധ പരിശീലനം നേടി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി. 4 രാജവെമ്പാലകളെയും 50-ലേറെ മൂർഖൻ പാമ്പുകളെയും ഇതിനകം പിടികൂടി. നിലവിൽ ട്രോമ കെയർ താലൂക്ക് കമ്മിറ്റി അംഗവും RRT സ്നേക്ക് റെസ്ക്യൂ അംഗവുമാണ് റഷാദ്. ട്രെയിൻ തന്നപ്പോൾ മനസ്സിലായി പാമ്പിനെ പിടിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ വേറെ മോഡലാണെന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. ഇത് ഞങ്ങൾ സാധാ പിടിക്കണ മുതലല്ല, ഹുക്ക് കൊണ്ടൊക്കെ പാമ്പിനെ പിടിക്കേണ്ടത് മനസ്സിലായപ്പോൾ പിന്നെ ആ രീതിയിലപ്പോൾ പാമ്പിനെ പിടിച്ചതൊക്കെ. ഇതിനിപ്പോൾ കഴിഞ്ഞ് നടക്കുന്ന 4 രാജാമ്പാലിനെ പിടിച്ചപ്പോൾ മെയിനായിട്ട്. പിന്നെ മൂർഖനൊക്കെ ഒരുപാട് 10-30 മൂർഖനെ പിടിച്ചു. അങ്ങനെ ഒരുപാട് പാമ്പുകളെ പിടിച്ചിരുന്നു. ഇപ്പോൾ 2020-ലാണ് റഷാദിന് പാമ്പ് പിടിക്കാനുള്ള ലൈസൻസ് കിട്ടിയത്. കൂടെ പരിശീലനം നേടിയ മറ്റ് 2 പേർ വിദേശത്തുപോയി. ഇതോടെ ചോക്കാട്, കാളികാവ്, കരുവാരക്കുണ്ട്, തുവ്വൂർ പഞ്ചായത്തുകളുടെ മുഖ്യ ചുമതല റഷാദിനായി. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ഈ യുവാവ് ജനങ്ങളുടെ ഭീതി അകറ്റി സുരക്ഷിതരാക്കുന്നത്. ന്യൂസ് 18 തിരൂർ. ഇപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ സംസാരിക്കുകയാണ്. തത്സമയം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സഭാ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അല്പം മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സംസാരിച്ചത്. ഇപ്പോൾ വനിതാ ബില്ല്, രാജ്യം കാത്തിരിക്കുന്ന വനിതാ ബില്ല് മേശപ്പുറത്ത് വയ്ക്കും. बिल को अपलोड कर दिया गया है. नई टेक्नोलॉजी है संसद की, और नई टेक्नोलॉजी में आप इसमें देख ले, बिल अपलोड कर दिया है, अपलोडेड भी है. अध्यक्ष जी, मैं कुछ बोलना चाहता हूँ. अध्यक्ष जी, नई टेक्नोलॉजी है संसद में, आप इसको चलाइए. इसमें बिल लोड कर दिया गया है. आप बिल अपलोडेड भी है. मैं बोलना चाहता हूँ अध्यक्ष जी, कुछ बोलना चाहता हूँ. अध्यक्ष जी, सर आपके अनुमति से सप्लीमेंट्री लिस्ट ऑफ बिजनेस निकाला गया है, और सप्लीमेंट्री लिस्ट ऑफ बिजनेस में ये जो बिल आया है वो अपलोड हुआ है. सर कृपया चेक करने के लिए बताइए, मेरा इतना ही निवेदन है. मैं अध्यक्ष जी बोलना चाहता हूँ कुछ. अध्यक्ष जी मैं बोलना चाहता हूँ. अध्यक्ष जी, इस महत्वपूर्ण दिवस के अवसर पर आपने मुझे बोलने का अवसर दिया, मैं आपका आभार प्रकट करता हूं. कर दिया ना आपने. ये अपलोड है साहब, बता दीजिए. बिल अपलोडेड है. गौरव जी, यू कैन सी द बिल. आप इसमें अपलोड है बिल. अधीरंजन जी, अपलोड है. मैं अध्यक्ष जी, मैं कॉन्स्टिट्यूशन 128 अमेंडमेंट बिल 2023 के संबंध में कुछ तथ्य सदन के समक्ष रखना चाहता हूं. ये महिला सशक्तिकरण से संबंधित बिल है. इस बिल के माध्यम से हम आर्टिकल 239AA, 330A और 332A और 334A इनमें संशोधन कर रहे हैं संविधान में. अध्यक्ष जी, 239AA के माध्यम से 33% सीटें नेशनल कैपिटल टेरिटरी ऑफ दिल्ली के लिए महिलाओं के लिए रिजर्व होगी. आर्टिकल 330A के माध्यम से तो रिजर्वेशन ऑफ सीट्स फॉर SC/ST इन हाउस ऑफ पीपल है. हाउस ऑफ पीपल इसमें मैं आपको बता रहा हूँ कौन से उसमें है. आर्टिकल 332A है, आर्टिकल में है. I would like to clear them, sir. It is already uploaded, sir. Supplementary list. It is already uploaded, sir. We are able to see it. We are able to. Why they are not able to see it? Whether they are opposing the Mahila reservation bill, let them clarify, sir. It is there, sir. Let them understand, sir. It is already there.
ये तो है सर ऑलरेडी। मेरे अभी जो इधर रखा है टैब, ये टैब में आ रहा है। यू प्लीज ट्राई टू अंडरस्टैंड द टेक्नोलॉजी। हम आज भारत में डिजिटल इंडिया की बात करें। चेक करा दो गौरव जी, चेक करा दो कृपया, चेक करिए प्लीज, चेक मिस्टर गौरव। डिजिटल कंसोल में एसएमएस में भी है चेक। ये मेरी स्क्रीन पर दिख रहा है, तो आप सबकी स्क्रीन पे दिख रहा है। आप चलो 1 मिनट देख लो। सबके डेस्क पे है, उनको रिवाइज लिस्ट ऑफ बिजनेस में देखिए, रिवाइज लिस्ट ऑफ अर्जुन जी आप कंटिन्यूस कीजिए। ठीक अध्यक्ष जी, इनको शांत कराइए। आप तो कंटिन्यूस कीजिए। अध्यक्ष जी, इतना महत्वपूर्ण बिल है, महिला सशक्तिकरण से सुनिए, 2 मिनट सुनिए। मैं वही बोल रहा हूं अध्यक्ष जी। द कॉन्स्टिट्यूशन 128 अमेंडमेंट बिल 2023, इट्स ए वेरी इंपॉर्टेंट अमेंडमेंट, इट्स ए वेरी इंपॉर्टेंट बिल। अधीर रंजन जी सुनिए थोड़ा। आर्टिकल 239AA हम इसमें इंसर्ट कर रहे हैं, जिसके माध्यम से 33% महिलाओं को रिजर्वेशन मिलेगा। किसमें? द नेशनल कैपिटल टेरिटरी ऑफ दिल्ली। उसके बाद हम आर्टिकल 330A में अमेंडमेंट कर रहे हैं, जिसके माध्यम से लोकसभा में रिजर्वेशन ऑफ सीट्स फॉर शेड्यूल कास्ट एंड शेड्यूल ट्राइब, जो प्रावधान पहले से है उसी में ही हम 33% महिलाओं के आरक्षण की बात कर रहे हैं। उसी में हम 33% महिलाओं के आरक्षण की बात कर रहे हैं। एक आर्टिकल 332 है, जिसमें रिजर्वेशन जो दिया हुआ इसमें असेंबलीज के लिए, उसमें भी स्टेट लेजिस्लेटिव असेंबली में 33% महिलाओं के लिए आरक्षण की व्यवस्था कर रहे हैं। ये बहुत इंपॉर्टेंट बिल है। और फिर आर्टिकल 334A में एक नया हम क्लॉज जोड़ रहे हैं, जिसके माध्यम से इस महिला रिजर्वेशन की जो अवधि होगी वो 15 साल के लिए होगी। उसकी यदि बढ़ाना होगा तो संसद इसको अधिकार होगा वो बढ़ाने का। मैं इसके माध्यम से कहना चाहता हूं, आपको एक समझाना चाहता हूं धीरजन जी। अभी जैसे 543 नंबर है, इट इज ऑलरेडी देयर इन द यू कैन सी इन द सप्लीमेंट्री लिस्ट ऑफ द बिजनेस। यू कैन सी इन द सप्लीमेंट्री लिस्ट ऑफ द बिजनेस। देखिए 543 नंबर है अभी, उसमें बालू जी यू कैन सी नाउ, you can see now, bill also in your hand, बालू जी you can sit now। 1 मिनट अर्जुन जी, आज बिल इंट्रोड्यूस हो रहा है, केवल कल बिल पर बिल डिबेट होगी, जब आपने विचार करना। अर्जुन जी बैंकवाल। हाँ अध्यक्ष जी, मैं इस बिल के माध्यम से जो परिवर्तन होने वाला है वो बता रहा हूं अधीर रंजन जी। अभी जैसे 543 हमारी लोकसभा की सीट है, जैसे ही ये बिल पास होगा, ये कानून बनेगा, उसके बाद वर्तमान में लोकसभा में जो संख्या जो कि सबसे ज्यादा है 82 महिलाओं की संख्या है, वो 181 हो जाएगी इस कानून के पास होने के बाद। कितना क्रांतिकारी कदम हम उठा रहे हैं। आप इसके समर्थन में नहीं हो क्या? आप बैठिए, एक बार बताता हूं मैं आपको। और इतिहास भी सुनिए कल्याण ब्रजेश जी। ये सबसे पहले ये बिल राज्यसभा में भी करेंगे हम। अब आप सुनिए कल्याण जी, राज्यसभा में भी लाएंगे। देखिए सबसे पहले ये बिल, मैं इतिहास बता रहा हूं इसका। सबसे पहले ये बिल सितंबर 96 देवेगौड़ा जी के समय आया, वो भी 11वीं लोकसभा में। उसके बाद दिसंबर 98 में माननीय अटल बिहारी वाजपेयी की जब सरकार थी तब आया, वो 12वीं लोकसभा में। उसके बाद दिसंबर 99 में अटल जी की सरकार थी, तब फिर आया 13वीं लोकसभा में। और ये जिसका जिक्र कर रहे हैं डॉक्टर मनमोहन सिंह जी के समय जो बिल आया, वो लोकसभा में नहीं आया, वो आया मई 2008 में राज्यसभा। यही यहां से षड्यंत्र की बू आती। और राज्यसभा में आने के बाद ये डिपार्टमेंट रिलेटेड स्टैंडिंग कमेटी में गया, और वहां ये बिल जब रिपोर्ट आई तो मार्च 2010 में 9 मार्च 2010 में राज्यसभा ने इसको पास किया। उसके बाद राज्यसभा ने कम्युनिकेट किया लोकसभा को, और जब रिपोर्ट किया तो लोकसभा के सेक्रेटरी जनरल जब इसको रिपोर्ट किया तो ये लोकसभा की प्रॉपर्टी बन गई।
और 15वीं लोकसभा जैसे ही भंग हुई, अध्यक्ष जी, 15वीं लोकसभा जैसे ही भंग हुई 18 मई 2014 को, ये बिल भी लैप्स हो गया और इन लोगों ने पारित नहीं किया। രാജ്യത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിന് ഇനി പുതുയുഗം. പുതിയ മന്ദിരത്തിൽ പാർലമെന്ററി നടപടികൾക്ക് തുടക്കമായി. ഇപ്പോൾ വനിതാ സംവരണ ബില്ല് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. തത്സമയ സംപ്രേക്ഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർ രാകേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രാകേഷ്, വനിതാ ബില്ല് അങ്ങനെ സഭയിൽ വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? വനിതാ സംവരണ ബില്ല് ഇപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ ബില്ലായി തന്നെ വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ഇപ്പോൾ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. 128ാം ഭരണഘടനാ ഭേദഗതിയായാണ് ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ഈ ബില്ലിലെ വ്യവസ്ഥ എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതായാലും വനിതാ സംവരണ ബിൽ നടപ്പാവില്ല. ബില്ല് ഇപ്പോൾ പാസ്സായാൽ പോലും അത് നടപ്പാക്കാൻ മറ്റു ചില കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മണ്ഡല പുനർനിർണയം നടക്കേണ്ടതുണ്ട്. നിലവിൽ 2026 വരെ മണ്ഡല പുനർനിർണയത്തിന് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മണ്ഡല പുനർനിർണയം നടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിലും മണ്ഡലങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലടക്കം UP-യിലടക്കം നിലവിലുള്ള 80 മണ്ഡലങ്ങൾ എന്നതിൻ്റെ എണ്ണം വർദ്ധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഈ വനിതാ സംവരണ ബിൽ പ്രാബല്യത്തിൽ വരിക. ഏതായാലും 33% സംവരണമാണ് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. അതായത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം ആണ് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. ഒപ്പം ഡൽഹിയിലെ നിയമസഭയിലും ഈ 33% നടപ്പാക്കും, സംവരണം നടപ്പാക്കുമെന്ന് കൂടി ഈ ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ലോക്സഭയിലെ വനിതകളുടെ പ്രാതിനിധ്യം 543 അംഗങ്ങൾ 78 അതായത് നിലവിലെ ലോക്സഭാ അംഗങ്ങളുടെ 14% നിലവിലെ വനിതാ സംവരണം. സ്വാഭാവികമായും ഈ ബില്ല് വരുന്നതോടുകൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വനിതകളുടെ എണ്ണം വർദ്ധിക്കും. മാത്രവുമല്ല ഈ 33% വനിതാ സംവരണത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഉപസംവരണവും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ OBC വിഭാഗങ്ങൾക്ക് സംവരണത്തെക്കുറിച്ചൊരു പരാമർശം ഏതായാലും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നില്ല. ഏതായാലും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അർജുൻ റാം മേഘ്വാൾ നിയമമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോക്സഭയിൽ. ഭവ്യ. രാകേഷ്, എന്തായാലും ഈ മുത്തലാഖ് അടക്കമുള്ള നിർണായകമായ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു നിർണായകമായിട്ടുള്ള നടപടിയായി വനിതാ സംവരണ ബില്ല് മാറാനിടയില്ലേ? തീർച്ചയായും ചരിത്ര നിമിഷം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി പാർലമെന്റിലെ പുതിയ മന്ദിരത്തിലെ ആദ്യ പ്രസംഗത്തിൽ അക്കാര്യം പരാമർശിക്കുകയും ചെയ്തു. അതായത് 98 മുതൽ വനിതാ സംവരണ ബില്ല് പാസ്സാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നടപ്പായില്ല. ഇപ്പോൾ അതിന് അവസരം ഒരുങ്ങിയിരിക്കുന്നു എന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ചരിത്ര നിമിഷം എന്നാണ് പ്രധാനമന്ത്രി വനിതാ സംവരണ ബില്ല് അടക്കമുള്ള കാര്യങ്ങളെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഈ അല്പം മുമ്പ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് സഭാകക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. അതായത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് സമാനമായ രീതിയിൽ സ്ത്രീ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ല് കൊണ്ടുവന്നത് എന്ന് അധീർ രഞ്ജൻ വ്യക്തമാക്കി. എന്നാൽ അമിത്ഷാ വ്യക്തമാക്കിയത് ഇത് ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് അമിത്ഷാ തിരിച്ച് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം ഇപ്പോൾ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും പ്രതിപക്ഷം ചില സാങ്കേതിക തടസ്സം ഉന്നയിച്ചു. കാരണം 2010 രാജ്യസഭ പാസ്സാക്കിയതാണ് ഈ ബില്ല്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ നിലവിൽ ഈ ബില്ല് ഉണ്ട് എന്ന വാദം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും സഭ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവ്യ, ഈ ബില്ല് അത് പ്രാബല്യത്തിൽ വരുകയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്ക് ഒരു കൃത്യമായ ഒരു മേൽക്കൈ നൽകുന്ന ഒരു നടപടിയായി ഇത് മാറില്ല. അതായത് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇറക്കുന്ന ഒരു രാഷ്ട്രീയ കാർഡായി തന്നെ വനിതാ സംവരണ ബില്ലിനെ നോക്കിക്കാണാം അല്ലേ? രാഷ്ട്രീയമായി BJPക്ക് നേട്ടമാണ്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബില്ല് പാസ്സായാലും ഈ ബില്ല് ഏതായാലും നടപ്പിലാവില്ല. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ മണ്ഡല പുനർനിർണയം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതായത് നിലവിലുള്ള രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ സ്വാഭാവികമായും മാറ്റം വരും. അത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ആ മണ്ഡല പുനർനിർണയം നടക്കുക. അപ്പോൾ അതിനുശേഷം
ആയിരിക്കും. അതായത് ഒരുപക്ഷെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുക. ഏതായാലും നിലവിൽ 542 അംഗങ്ങൾ, അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 72 അംഗങ്ങളാണ് വനിതകളുള്ളത്. അതായത് നിലവിലുള്ള പാർലമെന്റ് അംഗങ്ങളുടെ 14% മാത്രമാണ് വനിതകളുള്ളത്. എന്നാൽ ഈ ബില്ല് നടപ്പിലാവുമ്പോൾ അത് 175 അംഗങ്ങളുടെ അടുത്ത് വനിതകൾക്ക് പ്രാതിനിധ്യം ലഭിക്കും. അങ്ങനെ ഒരു ചരിത്രപരമായ സംഭവത്തിലേക്ക് രാജ്യം കടക്കുന്നു. ഏതായാലും ഈ ബില്ല് നാളെയായിരിക്കും ലോക്സഭ പാസ്സാക്കുക. വ്യാഴാഴ്ച രാജ്യസഭയും ബില്ല് പാസ്സാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഏതായാലും ബില്ല് പാസ്സാകുമെന്ന് ഉറപ്പാണ്. കാരണം പ്രതിപക്ഷത്തിന്റെ അടക്കം പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ട്. ഭവ്യ, തീർച്ചയായും വ്യക്തമാണ്. എന്തായാലും രാജ്യത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിന് ഒരു പുതുയുഗം പിറന്നിരിക്കുകയാണ്. പുതിയ മന്ദിരത്തിൽ പാർലമെന്ററി നടപടികൾക്ക് തുടക്കമായി. ഇപ്പോൾ മന്ദിരത്തിൽ ലോക്സഭ ചേരുകയാണ്. വനിതാ സംവരണ ബില്ല് സഭയിൽ വെച്ചിട്ടുണ്ട്. രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി വീണ്ടും നോട്ടീസ് നൽകും.